ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഒരു കള്ളക്കടത്ത് സംഘത്തെ സ്പോൺസർമാരെന്ന പേരിലും അല്ലെ സ്വർണം പൂശാൻ വൈദഗ്ധ്യം നേടിയവരെന്ന പേരിലും ഒക്കെ ശബരിമലയിൽ കയറ്റിയിറക്കി അവിടുത്തെ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ ഒത്താശ ചെയ്തു കൊടുത്തവർ ചെറിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ മാത്രമാണ് എന്ന് അങ്ങുപോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോ അതിനും അപ്പുറത്തേക്ക് അന്വേഷണം പോകാത്തത് എന്ത് എന്ന ചോദ്യം ന്യായമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. കേരളം ഞെട്ടു അല്ല ഞെട്ടി. ഞെട്ടാൻ ഉള്ളവർക്കെല്ലാം ഞെട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്, പക്ഷെ ചിലർ ഞെട്ടത്തില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? കാരണം ഇന്നലെ SIT അന്വേഷണം അതിന്റെ ഭാഗമായി ഒരാളെ പിടിച്ചായിരുന്നു, ഗോവർദ്ധൻ. ആ ഗോവർദ്ധൻ എവിടെയെങ്കിലും നിൽക്കുന്ന പടം നമ്മുടെ കയ്യിലുണ്ടോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? അയ്യപ്പന്റെ സ്വർണം പോറ്റി കട്ടു, പോറ്റിക്ക് കൂട്ടുനിന്നവരൊക്കെ ജയിലിൽ പോകണം. ഇനി ആരെങ്കിലും ജയിലിൽ പോകാനുണ്ടെങ്കിൽ അവരെയും ജയിലിൽ അടയ്ക്കണം. ഒരു കള്ളന്റെയും വക്കാലത്ത് CPM-നുണ്ടാവില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സർക്കാർ എല്ലാ കള്ളന്മാരെയും ജയിലിലടയ്ക്കാൻ കാത്തിരിക്കുകയാണ്. ആ കള്ളന്മാരുമായി കോന്നി MLA ആയിരുന്ന അടൂർ പ്രകാശ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, എന്നിട്ട് ഈ ശബരിമല ഉൾപ്പെടുന്ന ഇടത്തെ MP ആയിരുന്ന ആന്റോ ആന്റണി, ഈ 3 കോൺഗ്രസ് നേതാക്കന്മാർ ഈ കേസ് ഉൾപ്പെട്ട 2 വലിയ കള്ളന്മാരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത് എന്തിനാ? ഈ ഒരു ചോദ്യം മനോരമയെന്ന് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കാരണം എന്താണ്, പോറ്റി ഇങ്ങനെ പോയ വഴിക്ക് അറിയാതെ ആ സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു, കയ്യേല് ബ്രേസ്ലെറ്റോ ചരടോ എന്തോ കെട്ടിക്കൊടുത്തു. എന്താണെന്നറിയത്തില്ല. അതിന് ഇവരെല്ലാം സാക്ഷികളാണ്. ഇപ്പൊ ഇന്ന് കണ്ട പടം ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഗോവർദ്ധൻ സോണിയാഗാന്ധിക്ക് ഉപകാരം കൊടുക്കുന്നു, കൂടെ പോറ്റിയുണ്ട്, വേറെ നേതാക്കന്മാരും ഉണ്ട്. അപ്പോൾ ഈ ഗോവർദ്ധനെയും ഈ പോറ്റിയെയും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് എന്ത് കാര്യത്തിനാണ്? അതെല്ലാം 2016 ശേഷമാണോ 2016 മുമ്പാണോ? അതിന്റെ പ്രാധാന്യം എന്താണ്? കേരളം മുഴുവൻ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടാണല്ലോ ഇറക്കിയത്. ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു പോറ്റിയെ കയറ്റിയതൊക്കെ കോൺഗ്രസ് ആണ്. ഇന്നെന്തായാലും വ്യക്തമായിരിക്കുന്നു, സോണിയാഗാന്ധിക്ക് ഇതിന്റെ വീതം കൊണ്ട് കൊടുത്തോ എന്നുള്ളതാണ് പ്രധാനം. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഇവിടെ പറഞ്ഞ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് നായകസ്ഥാനം വഹിക്കുന്ന ബെല്ലാരിയിലെ ആ സ്വർണ്ണക്കടക്കാരൻ ഗോവർദ്ധനെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ അന്തപ്പുരത്ത് കൊണ്ട് കൊടുത്തത് എന്ന് മനോരമയെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ആദ്യം ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വ്യക്തത വേണ്ടി ചോദിക്കാണ് സുനിൽകുമാർ, ഏത് വർഷമാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അദ്ദേഹം പോയത്? 2019 ഈ ശ്രീകോവിൽ ഭാഗങ്ങൾ അടിച്ചു മാറ്റിയതിന് ശേഷമാണോ? അത് ഉത്തരം പറ. അത് അല്ല, ഇതെല്ലാം അറിയാവുന്നവരോട് നിങ്ങളല്ലേ ചോദിക്കേണ്ടത്, ഞാനാണോ ചോദിക്കേണ്ടത്? എനിക്ക് സോണിയാഗാന്ധിയുടെ ആഫീസിൽ പാസ് കൊടുക്കുന്ന താങ്കളാണ് പറയുന്നത്. താങ്കൾ ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് പറഞ്ഞു. എനിക്ക് സോണിയാഗാന്ധിയുടെ ചോദിക്കുന്നത് 2019 ശബരിമല ശ്രീകോവിലെ ഞാൻ പറഞ്ഞില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അടിച്ചു മാറ്റിയതിന് ശേഷമാണോ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയത്? കാരണം സോണിയാഗാന്ധിക്ക് വിഹിതം കൊടുത്തോ എന്ന സംശയം അങ്ങ് പ്രകടിപ്പിക്കുമ്പോൾ ആ പറയുന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടാകണമല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോൾ 2019 സ്വർണം അടിച്ചു മാറ്റിയതിനു ശേഷം സോണിയാഗാന്ധിയുടെ അടുത്ത് ഇവർ കൊണ്ടുപോയി എന്നാണോ വാദം? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഞാനിപ്പോ ഒരു വാദവും പറഞ്ഞില്ല. ഈ പെരുങ്കള്ളന്മാരെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെ ശബരിമല കയറ്റിയതിന്റെ ചിത്രങ്ങൾ ഒരു 7 എണ്ണം ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കരം തന്നെ. കൂടെ അജയ് തറയിലുണ്ട്. പടത്തെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടമുണ്ട് എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രി ഇതിന്റെ വിഹിതം പറ്റിയെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ശ്രീ അനിൽകുമാർ, എന്റെ ചോദ്യം, ഈ പടങ്ങളും 2019 ഇവർക്ക് ഇത് അയച്ചു നൽകിയതുമായിട്ടുള്ള ബന്ധം എന്തെന്ന് വ്യക്തമായി പറയണം പ്ലീസ്. ഞാനൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ എന്നെ കേൾക്കാനൊരു മര്യാദ കാണിക്കണം. ഞാനൊന്നും വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങളൊന്ന് തലയുയർത്തിയാണ് നാട്ടിൽ നിൽക്കുന്നത്. എന്താണ് കാരണം? ഒന്ന്, ഒരു കള്ളത്തരത്തിനും മോഷണത്തിനും ഞങ്ങളില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ മനോരമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മര്യാദ എന്താണ്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ?
സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് കള്ളന്മാർ, ഏത് സ്വർണം കട്ട പോറ്റിയും കട്ട സ്വർണം എവിടുന്ന് പിടിച്ചു? ഈ ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് പിടിച്ചു. അപ്പൊ തൊണ്ടി മുതൽ കണ്ടെടുത്ത് കഴിഞ്ഞു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ആ കണ്ടെടുത്ത തൊണ്ടി മുതൽ കണ്ടെടുത്ത ആ ഗോവർദ്ധനെയും ഈ പറയുന്ന 3 പേർ, ആരൊക്കെ? പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ ശബരിമലയുടെ സ്ഥലത്ത് MP, ശബരിമലയുടെ സ്ഥലത്ത് MLA ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത്? ഞങ്ങളെ കള്ള പാർട്ടി സഖാക്കൾ കട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരോട് പറയാണ്, നിങ്ങളെ കൊണ്ട് കേരള ഉത്തരം സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എന്റെ സമയം കളയല്ല. എന്റെ സമയത്ത് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ടത് അവര് പറയട്ടെ. ആഞ്ജനേയ സ്വാമി എന്നാണ് ഉണ്ടായത്. എന്താണ് സോണിയാഗാന്ധിക്ക് ഗോവർദ്ധനുമായ ബന്ധം? കള്ളം പോറ്റിയും കട്ടസ്വർണം വിഴുങ്ങിയ ഗോവർദ്ധനുമായിട്ട് ഇപ്പൊ ഇവിടെ BR ഷബീർ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ഇതുകൊണ്ട് ബെല്ലാരിയിലെ ഗോവർദ്ധനുമായിട്ട് സോണിയാഗാന്ധിയുടെ ബന്ധം എന്താണ്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആന്റണിയുടെ ബന്ധം എന്താണ്? പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബന്ധം എന്താണ്? UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ബന്ധമാണെന്നാന്ന് മനോരമയെ കൊണ്ട് പറയിച്ചാലേ ഞാൻ നിങ്ങളോട് പറയിപ്പിക്കാൻ പറയാ. കുറെ നാളായല്ലോ ഞങ്ങൾക്കിട്ട് കളിക്കുന്നത്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ആ കളിക്കുന്ന മാധ്യമങ്ങളോടാ പറയണത്. പറയിപ്പിക്ക്, തന്റെ ഇടോട്ട് പറയിപ്പിക്ക്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ ആധികാരിക സ്ഥാപനമാണ് എന്ന് പറഞ്ഞ PS പ്രശാന്തിന്റെ താല്പര്യം എന്താണ് എന്ന് അന്വേഷിക്കണോ? ആ താല്പര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? പാർട്ടിക്ക് സംശയമുണ്ടോ? പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ പല ചിത്രങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഒരു വീടിന്റെ താക്കോൽദാന സ്ഥലത്തുണ്ട്. അതല്ലാതെ ഒരു മുറിയിൽ ഇരുന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടോ? അതോ സോണിയാഗാന്ധിയുടെയും ആന്റണിയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതിയെന്നാണോ? എന്താണ് നിലപാട്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. CPIM സംസ്ഥാന കമ്മിറ്റി മുമ്പേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പോറ്റി 2004 മുതൽ ശബരിമല വന്നിട്ടുണ്ട്. തന്ത്രിമാരാണ് അവിടെ കയറ്റിയത്. മനസ്സിലാക്കി കളഞ്ഞല്ല. കീഴ്ശാന്തിയുടെ പരികർമ്മിയായിരുന്നു. അവിടെ തൊട്ട് മുഴുവൻ അന്വേഷിക്കാനാണ് ഞങ്ങളുടെ വാദം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അന്വേഷിക്കണമെന്നല്ല, മൊത്തം അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ ധാരണ SIT ഇത് മുഴുവൻ അന്വേഷിക്കുമെന്നാണ്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നമ്മൾ ആരും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലേലും അതുകൊണ്ട് ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും ഇന്നത് വേണമെന്നോ ഇന്നത് വേണ്ടെന്നോ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. പറയൂ. ഇപ്പോൾ CPIM പറയുന്ന പോയിന്റ് എന്താണ്? A. പത്മകുമാറും വാസുവും അടക്കമുള്ളവർ ജയിലിലാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? ഞങ്ങൾ അന്വേഷണത്തിന് പിന്തുണ കൊടുക്കുന്നു. ഇതൊരു നടത്തു പോണ മാതിരില്ല. പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്താണ്? VD സതീശന്റെ സ്റ്റാൻഡ് എന്താണ്? അവർ SIT അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നില്ല. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.